ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? കൺസോളിഡേഷൻ ചെയ്യാനുള്ള, അതായത് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ പ്രിപ്പയർ ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ഗ്രൗണ്ട് റൂൾസ് ആയിരുന്നു. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തു. ഇനി ആ ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ മേലെ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ആഡ് ഓൺ ചെയ്ത് വരികയാണ് ചെയ്യുക. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യമാണ് ഫെയർ വാല്യൂ എന്നുള്ളത്. സോ എന്താണ് ഫെയർ വാല്യൂ എന്നുള്ളത് ആദ്യമായിട്ടായിരിക്കില്ല കേൾക്കുന്നത്. നിങ്ങളൊരു FR സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ട്, IFRS 13. സോ IFRS 13 ഫെയർ വാല്യൂ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളൊരു FA സ്റ്റുഡൻ്റ് ആണെങ്കിൽ അത് പഠിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. നിങ്ങൾ ആകെ സിംപ്ലി മനസ്സിലാക്കേണ്ടത് എന്താ, ഫെയർ വാല്യൂവിൻ്റെ ഒരു ബേസിക് ഐഡിയ ആണ്. ഫെയർ വാല്യൂ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങളെ സാധനം മാർക്കറ്റിൽ വിറ്റാൽ മാർക്കറ്റിൽ ഇൻ എക്സ്ചേഞ്ച് ആയിട്ട് അതിന് പകരം എന്ത് വാല്യൂ ഇങ്ങോട്ട് കിട്ടും, അതാണ് അതിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സ്റ്റാൻഡേർഡ് എടുത്ത് നോക്കുമ്പോൾ ആക്റ്റീവ് മാർക്കറ്റ് കുറേ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ആകെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഫെയർ വാല്യൂ എന്ന് വെച്ചാൽ കറണ്ട് കണ്ടീഷനിൽ നമ്മൾ സാധനം വിറ്റിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ എന്ത് വാല്യൂ ആണോ ഈ ഒരു എക്സ്ചേഞ്ച് ആയിട്ട് കിട്ടാൻ പോകുന്നത്, അതാണ് ഇതിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫെയർ വാല്യൂ എന്താണെന്ന് വേഗമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി അതെങ്ങനെയാണ് കൺസോളിഡേഷനിൽ നമ്മൾ ഇംപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺസോളിഡേഷനും അതും എന്താ കണക്ഷൻ എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പാരൻ്റ് ഉണ്ട്, ഇവിടെ ഒരു സബ്സിഡറി ഉണ്ട്. പാരൻ്റ് ഉണ്ട്, സബ്സിഡറി ഉണ്ട്. സോ പാരൻ്റ് സബ്സിഡറിനെ അക്വയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അക്വയർ ചെയ്യുന്ന സമയത്ത് പാരൻറ്റിൻ്റെ കയ്യിൽ നമ്മൾ എന്തായിരുന്നു നേരത്തെ ഗ്രൗണ്ട് റൂളായിട്ട് പറഞ്ഞത്, എല്ലാ അസറ്റും എല്ലാ ലൈബിലിറ്റിയും നമ്മൾ ആഡ് ചെയ്തിട്ടാണല്ലോ കാണിക്കുക അല്ലേ. സോ സബ്സിഡറീൻ്റെ അസറ്റും പാരൻറ്റിൻ്റെ അസറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് കൺസോളിഡേറ്റ് ചെയ്യുക. സോ സബ്സിഡറീൻ്റെ അസറ്റ് നമ്മൾ മൊത്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാളുടെ സിംഗിൾ FS എന്ന് എടുത്തിട്ടാണ് ആഡ് ചെയ്ത് ചെയ്യുന്നത്. സബ്സിഡറീൻ്റെ സിംഗിൾ അസറ്റ് FS, അതേപോലെ പാരൻറ്റിൻ്റെ സിംഗിൾ FS, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സിഡറി യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റ് മെത്തേഡാണ് അസ്യൂം ചെയ്യുക. സോ സബ്സിഡറിക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അവരുടെ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ആയിട്ട് കാണിച്ചത് ലെറ്റ്സ് സേ 5 million ആണ് അസ്യൂം ചെയ്യുക. അവരവരുടെ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ആയിട്ട് 5 million ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് കോസ്റ്റ് ബേസിസിലായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവർ റീവാലുവേഷൻ ഒന്നും ചെയ്യാറില്ല. അവർ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറഞ്ഞത് ലൈക്ക് ഹിസ്റ്റോറിക് ബേസിസിൽ ചെയ്ത് ഡിപ്രീഷിയേറ്റ് ചെയ്ത് 5 million അതിൻ്റെ വാല്യൂ കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ചെന്ന് നോക്കിയ സമയത്ത് ഈ ഒരു ബിൽഡിങ് അത്യാവശ്യം സിറ്റി സെൻറ്ററിലൊക്കെയാണുള്ളത്, അത്യാവശ്യം ഭയങ്കര വാല്യൂ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫെയർ വാല്യൂ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലായി 8 million ഉണ്ട്. ഇതിൻ്റെ വാല്യൂ ഇവർ പറയുന്ന പോലെ 5 million അല്ല, 8 million ആണ് നമുക്ക് മനസ്സിലായി. സോ ഇവിടെയാണ് ഞാൻ പറയാൻ വരുന്നത്, ഫെയർ വാല്യൂ മെത്തേഡാണ്. നമ്മൾ ഫെയർ വാല്യൂ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, കൺസോളിഡേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സബ്സിഡറി അവരുടെ അക്കൗണ്ട്സിൽ കൊടുത്ത വാല്യൂലാവരുത് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ കാണിക്കുന്നത് ഫെയർ വാല്യൂ ബേസിസിലാണ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ സാധനത്തിലും അവരുടെ ഓരോ സാധനത്തിൻ്റെ ഫെയർ വാല്യൂ എത്രയാണ് അത് വേണം നമ്മൾ കൺസോളിഡേറ്റഡ് FSൽ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ബേസിക് ആയിട്ട് നമ്മളിവിടെ പഠിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് നമ്മൾ സബ്സിഡറീനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, പാരൻറ്റ് സബ്സിഡറീനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സബ്സിഡറീൻ്റെ അക്കൗണ്ട്സിൽ കാണിച്ച വാല്യൂലാവണം എന്നില്ല നമ്മൾ കാണിക്കുന്നത്. അതിന് നമ്മൾ എന്തിലാണ് കാണിക്കുന്നത്, ഫെയർ വാല്യൂവിൽ വേണം നമ്മൾ കാണിക്കാൻ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നതാണെങ്കിൽ ഇവിടെ നോക്കിക്കോ, നേരത്തെ നമ്മൾ ചെയ്തത് ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു, ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ഇവിടെ നമ്മൾ PPE, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, മൊത്തം അയക്കാം ഇവിടെ. സോ ഇതിൽ PPE, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഇവിടെ D, അതായത് പാരൻ്റ് എന്ന് പറയുന്ന D, അവരുടെ അക്കൗണ്ട്സ് കാണിച്ചിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ വാല്യൂ അല്ലെങ്കിൽ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റ് ലെറ്റ്സ് അസ്യൂം അതൊരു ബിൽഡിംഗ് ആണ്, 85K ആണ്. അതവിടെ കിടക്കട്ടെ. J കാണിച്ചിരിക്കുന്നത്, സബ്സിഡറി എന്ന് പറയുന്ന J കാണിച്ചിരിക്കുന്നത് 18K ആണ്. പക്ഷേ നമ്മൾ പോയി നോക്കിയപ്പോൾ അതിൻ്റെ വാല്യൂ 18K അല്ല, അതിന് 13K ഉണ്ട്. 13K വാല്യൂ ഉണ്ട് നമുക്ക് മനസ്സിലായി. സോ അവരവരുടെ അക്കൗണ്ട്സ് കാണിച്ചിട്ടുള്ളതാ എത്രയാ, 18K ആണ്. ഇനി നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഫിഗറാണ് എഴുതുക. 85 + 18K എന്ന് പറയുമ്പം നേരത്തെ എഴുതിയ എത്രയാ, 103 ആയിരുന്നു നേരത്തെ ആൻസർ ആയിട്ട് വന്നത്. അത് കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല. ബിക്കോസ് ഈ കേസിൽ ഇവരുടെ വാല്യൂ എത്രയാ, 13K ആണ്. ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, 18K അല്ല, ഞാൻ സ്റ്റോറി മാറ്റിയിട്ടുണ്ട്. അത് 18K തന്നെയാണെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ നമ്മൾ ഫെയർ വാല്യൂ ബേസിസിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാ, 13K ആണ്. ഇവർ എത്ര കാണിച്ചിട്ടുള്ളൂ, 18K ആണ്. അപ്പോൾ ബാക്കി വരുന്ന ഡിഫറൻസ് ഇല്ലേ, 13 - 18, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ, 12K. ആ 12K അല്ല 12,000 എന്ന് പറയുന്നത് ആര് ആഡ് ചെയ്യണം, അത് നമ്മൾ ആഡ് ചെയ്യണം. അതാണ് നമ്മളെ നെക്സ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ അതാണ് മെയിനായിട്ട് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ FS പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവാമെന്ന് ഇനീഷ്യലി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ FS പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ആഡ് ഓൺ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ 85K + 18K പ്ലസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്ലസും കൂടി ഇട്ടിട്ട് 12K കൂടി ആഡ് ചെയ്തിട്ടുള്ള ഫിഗർ ആയിരിക്കും നമ്മൾ കാണിക്കുക. 12K കൂടി ആഡ് ചെയ്ത് എത്ര വരിക, 115,000. അതല്ലാതെ ഇതല്ല വരിക.
സോ ഇതാണ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അസറ്റ്സിനാണ് കൂടുതൽ സമയം ഉണ്ടാവുക, ലാൻഡിൻ്റെ വാല്യൂ കൂടി. നമ്മൾ ഇങ്ങനെ അവരുടെ അക്കൗണ്ട്സ് എല്ലാം ഇത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരവരുടെ വാല്യൂ കാണിച്ച് അല്ലെങ്കിൽ അവരുടെ സിംഗിൾ എഫ് എസ് കാണിച്ചിരിക്കുന്ന വാല്യൂ ഇതിനെക്കാട്ടും കൂടുതലാണ് എന്തുണ്ടാവും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആ കൂടുതൽ വരുന്ന വാല്യൂ നമ്മൾ എടുത്തിട്ട് എഫ് എസിൽ ആഡ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ ഡ്യൂട്ടി. ഇനി വർക്കിംഗ് നോട്ട്സിൽ ഇത് എന്ത് ചേഞ്ചാണ് കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. സോ വർക്കിംഗ് നോട്ട് നമ്പർ 2 ഇതേതായിരുന്നു? വർക്കിംഗ് നോട്ട് 2. വർക്കിംഗ് നോട്ട് നമ്പർ 2 നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? നെറ്റ് അസറ്റ്സ് ഓർ സബ്സിഡറി അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് അറ്റ് ദ ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ്. അപ്പോൾ സിംപിളി പറഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റ് അസറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? നെറ്റ് അസറ്റ്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? നെറ്റ് അസറ്റ്സ് എന്ന് വെച്ചാൽ ഇക്വിറ്റി പോർഷൻ തന്നെയാണ് നമ്മൾ നെറ്റ് അസറ്റ്സ് എന്ന് പറയാറ്. ഓക്കെ, സോ നമ്മൾ ടെക്നിക്കലി കണ്ടുപിടിക്കുന്നത് ഇക്വിറ്റി പോർഷൻ തന്നെയാണ്. സോ ഇക്വിറ്റിയിൽ വരുന്നതല്ലേ, ഇപ്പോൾ ഒരു അസറ്റിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഇക്വിറ്റി സൈഡിനെ കൂട്ടുന്നില്ലേ? സോ ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് വർക്കിംഗ് നോട്ട് നമ്പർ 2 നമ്മൾ കൊണ്ടുവരണം. അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞിട്ട് ഷെയർ ക്യാപിറ്റലിൻ്റെ കേസ് ഇവിടെയും സെയിം ആയിരിക്കും. ഷെയർ പ്രീമിയത്തിൻ്റെ കേസ് ഇവിടെയും സെയിം ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ആൻഡ് പ്ലസ് ആഡ് ഓൺ ആയിട്ട് പറയാനുള്ളത് റീവാലുവേഷൻ സർപ്ലസ് ഉണ്ടായിരുന്നു, അതും നമ്മൾ പറഞ്ഞതാണ്. സോ ഈ 3 കാര്യങ്ങൾ ഇതിന് മുൻപ് നിങ്ങൾ പരിചയപ്പെട്ടതാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താ? ഇതിലൊന്നും ചേഞ്ച് വരില്ല. ആകെ ചേഞ്ച് വരുന്നത് എന്തിനായിരുന്നു? റീറ്റെയിൻഡ് ഏർണിങ്സ് നമ്മൾ അക്വയർ ചെയ്യുന്ന ദിവസത്തിലുള്ള റീറ്റെയിൻഡ് ഏർണിങ്സ് നമ്മൾ കണ്ടെത്തണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇയർ എൻഡ് സമയത്ത്, അതായത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തുള്ള റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ഫിഗറും കണ്ടെത്തണം. അപ്പോൾ ഇത്ര ഏരിയ നിങ്ങൾ ഇതിന് മുൻപ് നമ്മൾ വർക്കിംഗ് നോട്ട് പഠിച്ച സമയത്ത് ഇത്ര ഏരിയ നമ്മൾ കവർ ചെയ്തതായിരുന്നു. ഇനി ഇവിടെ എക്സ്ട്രാ ആയിട്ട് വന്ന കാര്യമാണ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത്. അതാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നേരത്തെ അതേ സ്റ്റോറി വെച്ച് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നമ്മൾ ബിൽഡിംഗ് വാങ്ങുന്ന സമയത്ത് അക്വയർ ചെയ്യുന്ന സമയത്ത് സബ്സിഡറിനെ അക്വയർ ചെയ്യുന്ന സമയത്ത് സബ്സിഡറി അവരുടെ അക്കൗണ്ട്സിൽ ആ ബിൽഡിങ്ങിന് കാണിച്ചിരിക്കുന്നത് 5 million ആണ്. പക്ഷേ എനിക്ക് മനസ്സിലായി ഇത് മാർക്കറ്റ് അനലൈസ് ചെയ്ത സമയത്ത് ഇതിന് 5 million അല്ല 8 million വാല്യൂ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ ആ ചേഞ്ച് 3 million ഇവർ കാണിച്ചിട്ടുണ്ടാവുമോ സബ്സിഡറി? ഇല്ല. അവരുടെ സിംഗിൾ എഫ് എസിൽ അത് അവർ കാണിക്കാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? കൺസോൾഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനത് ആഡ് ചെയ്ത് കാണിക്കണം. സോ ഞാനത് എവിടെ ആഡ് ചെയ്തു? ബാലൻസ് ഷീറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ SOFP പോയിട്ട് അസറ്റിൻ്റെ കൂടെ അവിടെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ആഡ് ചെയ്ത 12K ആഡ് ചെയ്ത് ഓർമ്മയില്ലേ? അതവിടെ ചെയ്തു. ഇനി വർക്കിംഗ് നോട്ടിൽ എന്താ ചേഞ്ച് കൊണ്ടുവരാന്ന് വെച്ചാൽ ഈ ഡിഫറൻസ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോൾ ഈ കേസ് പറയുന്നതാണെങ്കിൽ 3 million ആണ് ഡിഫറൻസ്. ആ 3 million നമ്മൾ എന്ത് ചെയ്യണം? അക്വയർ ചെയ്യുന്ന ദിവസത്തിൽ കൊണ്ടുപോയി എഴുതണം. അക്വയർ ചെയ്യുന്ന ദിവസത്തിൽ 3 million എഴുതണം. സോ 3 million ഇവിടെ എഴുതി. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അക്വയർ ചെയ്യുന്ന ദിവസത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. സോ സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അക്വയർ ചെയ്യുന്ന ദിവസം ഒരു ടൈം ലൈൻ വരച്ച് കാണിച്ചു തരാം. ഇതാണ് ടൈം ലൈൻ അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സേ 1st January 2016, 31st December 2016. ഓക്കെ, സോ ഇതിൽ ഞാൻ അക്വയർ ചെയ്യുന്ന ദിവസം ഈ ഒരു ഡേറ്റ് ആണ്. അക്വയർ ചെയ്യുന്ന ദിവസം 1st Januaryക്കാണ് അക്വയർ ചെയ്യുന്നത്. ഇതാണ് ഇയർ എൻഡ് വരുന്നത്. സോ അക്വയർ ചെയ്യുന്ന ദിവസത്തിലാണ് നമ്മൾ ഈ ചേഞ്ച് നോക്കുന്നത്. അക്വയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൗണ്ട് റൂൾ എന്താ? നമ്മൾ പോയിട്ട് നോക്കും അവരുടെ ഫെയർ വാല്യൂ, നമ്മൾ അവർക്ക് കൊടുക്കുന്ന പൈസ എന്താണോ അതിനനുസരിച്ചിട്ടാണല്ലോ റിട്ടേൺസ് കിട്ടണ്ടേ. അതല്ലാതെ അവരുടെ ബുക്സിൽ കാണിച്ച് നമ്മൾ കൺസിഡർ ചെയ്യില്ല. പകരം നമ്മൾ എന്താ ഫെയർ വാല്യൂലാണ് ചിന്തിക്കുക. നമ്മൾ പോയിട്ട് നോക്കും അവരിൽ നിന്ന് 2 ബിൽഡിംഗ് കിട്ടി, ഒരു പീസ് ഓഫ് ലാൻഡ് കിട്ടി, ഇതൊക്കെ കമ്പൈൻ ചെയ്ത് കിട്ടി. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും മാർക്കറ്റ് വാല്യൂ എത്ര അല്ലെങ്കിൽ ഫെയർ വാല്യൂ എത്രയാണ് നമ്മൾ നോക്കിയിട്ട് ആ ഫെയർ വാല്യൂവിനാണ് എന്ത് ചെയ്യുക? നമ്മൾ കൺസോൾഡേറ്റഡ് അക്കൗണ്ട്സിൽ കാണിക്കുക. അതല്ലാതെ അവരുടെ സിംഗിൾ എഫ് എസിൽ കാണിച്ച വാല്യൂലാവരുത്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിൽ പറയുന്നതാണെങ്കിൽ ജനുവരിക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് അവരുടെ സിംഗിൾ എഫ് എസിൽ അവർ കാണിച്ചിട്ടുണ്ടാവുക 5 million ആണ്. സോ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ വാല്യൂ 5 million അല്ല, ഇതിൻ്റെ വാല്യൂ 8 million ആണ്. അപ്പോൾ ഇതായിരുന്നു ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഡിഫറൻസ്. അവർ 5 million കാണിച്ചിട്ടുണ്ടാവുള്ളൂ, യഥാർത്ഥ വാല്യൂ 8 million ആണ്. സോ റിമൈനിങ് 3 million നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആഡ് ചെയ്ത് കാണിച്ചു SOFPയിൽ. ഇനി നമ്മൾ ആഡ് ചെയ്യേണ്ടത് വർക്കിംഗ് നോട്ടിൽ ഇവിടെ ആയിട്ടാണ്. സോ അക്വിസിഷൻ ഡേറ്റിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്യണം. സോ വർക്കിംഗ് നോട്ടിൽ ഒരു എക്സ്ട്രാ ലൈനായിട്ട് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എക്സ്ട്രാ ലൈൻ കൊണ്ടുവരണം. അക്വിസിഷൻ ഡേറ്റിൽ ആ ഫിഗർ നമ്മൾ ആഡ് ചെയ്യണം. ആൻഡ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് വൺസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അസറ്റിൻ്റെ വാല്യൂ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേ വാല്യൂ എവിടെ ഉണ്ടാവും? റിപ്പോർട്ടിംഗ് ഡേറ്റിലുണ്ടാവും. ഇതാരും എടുത്ത് കൊണ്ടുപോകാൻ പോകുന്നില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കി ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ ബിൽഡിങ്ങിൻ്റെ വാല്യൂ 5 million അല്ല 8 million ആണ്, 3 million കൂടി. ഈ കൂടിയ 3 million ഇയർ എൻഡിൻ്റെ സമയത്തും അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ഡേറ്റിൻ്റെ സമയത്തും അതുപോലെ ഉണ്ടാവും. അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരാനില്ല. സോ ഇവിടെ ടെക്നിക്കലി പറയുന്നതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വരുന്ന അതേ ഫിഗർ, അതായത് ഈ കേസിൽ ഇവിടെ വന്നിരിക്കുന്ന എത്രയാണ്? 3 million ആണ്. സോ ഇതേ 3 million എവിടെ ഉണ്ടാവും? ഇയർ എൻഡിൻ്റെ സമയത്തും 3 million ആയിട്ട് ഉണ്ടാവും. സോ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ ചെയ്യേണ്ടത്? അവർ കാണിച്ചിരിക്കുന്ന ഫിഗറിനെക്കാട്ടും കൂടുതലാണെങ്കിൽ നമ്മൾ പോയിട്ട് ഒരു എക്സ്ട്രാ ലൈനായിട്ട് വർക്കിംഗ് നോട്ട് നമ്പർ 2 എഴുതണം ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? അത് അക്വിസിഷൻ ഡേറ്റിലും എഴുതണം, അതേപോലെ റിപ്പോർട്ടിംഗ് ഡേറ്റിലും എഴുതണം. ഇതാണ് പോയിന്റ് നമ്പർ 1.
ഇനി എക്സ്ട്രാ ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, ഇത് ഇവിടെ ഇല്ല, അത് എക്സ്ട്രാ ആയിട്ട് പറയുന്നതാണ്. സോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായിട്ടുണ്ടാവും, അവർ കാണിച്ചിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 5 മില്യൺ ആണ്. അതിൻ്റെ ഒറിജിനൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എത്രയാണ്? 8 മില്യൺ ആണ്. സോ അവർ കാണിച്ചിട്ടുള്ള 5 മില്യൺ ആയതുകൊണ്ട് തന്നെ അവർ 5 മില്യൻ്റെ ഡിപ്രീസിയേഷനെ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. സോ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞങ്ങൾക്കൊരു ബിൽഡിംഗ് ഉണ്ട്, ഈ ബിൽഡിങ്ങിന് 5 മില്യൺ ആണ് വാല്യൂ. 5 മില്യൺ ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അതിൻ്റെ യൂസ്ഫുൾ ലൈഫ്, ലെറ്റ്സ് അസ്യൂം ദാറ്റ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് ഒരു 10 ഇയേഴ്സ് ആണ്. 10 ഇയേഴ്സ് ആണ്. ഓക്കെ, സോ അവർ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക എത്രയാണ്? 5 മില്യൺ ആണ്. 5 മില്യൺ ഡിവൈഡഡ് ബൈ 10 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ 0.5 മില്യൺ പെർ ഇയർ എന്നുള്ള രീതിയിൽ, സ്ട്രൈറ്റ് ലൈൻ തന്നെ അസ്യൂം ചെയ്യാം, പെർ ഇയർ എന്നുള്ള രീതിയിലെ ഡിപ്രീസിയേഷൻ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. അത് അവരുടെ കേസ്, സിംഗിൾ എഫ്എസിൽ. ഇതേ സമയം കൺസോൾഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചിരിക്കുന്ന വാല്യൂ എത്രയാണ്? 8 മില്യൺ ആണ്. നമ്മൾ കാണിച്ചിരിക്കുന്ന വാല്യൂ എത്രയാണ്? 8 മില്യൺ ആണ്. ഓക്കെ, സോ 8 മില്യൺ ഡിവൈഡഡ് ബൈ 10 ഇയേഴ്സ്. അപ്പോൾ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും, 5 മില്യൺ ആണോ കൺസോൾഡേറ്റ് ചെയ്ത എഫ്എസിലുള്ളത്? അല്ല, 8 മില്യൺ ആണ് വാല്യൂ കാണിച്ചിരിക്കുന്നത്. സോ 8 മില്യൺ വാല്യൂ വരുന്ന ബിൽഡിങ്ങിനെ വേണം നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ, അല്ലാതെ 5 മില്യൺ പോരാ. സോ അവർ ഓൾറെഡി 5 മില്യൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ എത്രയും കൂടി ഡിപ്രീഷിയേറ്റ് ചെയ്യണം? 3 മില്യൺ കൂടി നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യണം. സോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇത് രണ്ട് രീതിയിൽ കണ്ടെത്താൻ പറ്റും. 8 മില്യൺ ഡിവൈഡഡ് ബൈ 10 ഇയേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0.8 മില്യൺ എന്ത് കിട്ടും? ഡിപ്രീസിയേഷൻ്റെ ഫിഗർ കിട്ടും. ഇവർ ഓൾറെഡി കാണിച്ചിരിക്കുന്നത് 0.5 ആണ്. കാണിക്കേണ്ടത് എത്രയായിരുന്നു? 0.8 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 0.8 മൈനസ് 0.5 എന്ന് പറയുമ്പം 0.3 മില്യൺ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു എക്സ്ട്രാ ലൈൻ ഐറ്റം ആയിട്ട്, അതായത് ഇവിടെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അടിയിലായിട്ട് ഡിപ്രീസിയേഷൻ ഓഫ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഓഫ് ഫെയർ വാല്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് എഴുതണം. ഇയറിൻ്റെ സമയത്ത്, അതായത് നിങ്ങൾ ഒരിക്കലും ഇവിടെ എഴുതരുത്. അതായത് അക്വയർ ചെയ്യുന്ന ഡേറ്റ് ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ഈ ഡേറ്റ്, ഇത് കണ്ടോ, ഈ ഡേറ്റിന് വന്ന് എഴുതരുത്. കാരണം നമ്മൾ അക്വയർ ചെയ്യുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ നോക്കണ്ട, യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ ഡിപ്രീസിയേഷൻ വരിക. നമ്മൾ അക്വയർ ചെയ്യുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ ഇല്ല. അത് നമ്മൾ ഒരു വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ഡേറ്റ് വരെ ലെറ്റ്സ് 3 മാസം ഉണ്ട് അല്ലെങ്കിൽ 6 മാസം ഉണ്ട്, ആ ടൈം ലൈൻ കഴിയുമ്പോഴാണ് ഡിപ്രീസിയേഷൻ വരിക. നിങ്ങൾക്ക് അറിയാലോ, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ വാങ്ങുന്ന സമയത്ത് ചെയ്യുന്നതല്ല, വാങ്ങിക്കഴിഞ്ഞ് കുറച്ചാൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡിപ്രീസിയേഷൻ വരിക. സോ ഇവിടെ ഒന്നും വരില്ല, നില്ലായിരിക്കും. ഇവിടെ എന്ത് ചെയ്യും? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എന്തിനുള്ള ഡിപ്രീസിയേഷൻ? ഈ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ഡിപ്രീസിയേഷൻ മാത്രം, അതല്ലാതെ മൊത്തം ഡിപ്രീസിയേഷൻ എടുത്ത് എഴുതരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 3 മില്യൺ ഇൻക്രീസ് ഉണ്ടല്ലോ, ഈ 3 മില്യൺ ഇൻക്രീസിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഇയർ എൻഡിൻ്റെ സമയത്ത് പോയി എഴുതണം എന്നുള്ളതാണ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ്. സോ ഇതൊന്ന് ജസ്റ്റ് സമപ്പ് ചെയ്യുന്നതാണ്. എനിക്കറിയാം കുറേ തവണ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, പക്ഷേ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, അക്വയർ ചെയ്യുന്ന സമയത്ത് അവർ കാണിച്ചിരിക്കുന്ന വാല്യൂവിനെക്കാട്ടിലും കൂടുതൽ വാല്യൂ അവരുടെ അസറ്റിനുണ്ടെങ്കിൽ ആ അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടി എഴുതണം. അത് വർക്കിംഗ് നോട്ട് നമ്പർ 2ലും റിഫ്ലക്ട് ചെയ്യും, ബാലൻസ് ഷീറ്റിലും റിഫ്ലക്ട് ചെയ്യും. അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, ആ കൂടിയിരിക്കുന്ന വാല്യൂവിൻ്റെ ഡിപ്രീസിയേഷൻ അവർ കാണിച്ചിട്ടുണ്ടാവില്ല, പകരം നമ്മൾ എന്ത് ചെയ്യണം? അത് എക്സ്ട്രാ ആയിട്ട് നമ്മൾ കാണിക്കണം. ഓക്കെ, സോ ഇത് ഒന്നാമത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിഫറൻസ് എടുത്തിട്ട് ഒറിജിനലി വരുന്ന ഡിപ്രീസിയേഷൻ, അവർ കാണിച്ചിട്ടുള്ള ഡിപ്രീസിയേഷൻ തമ്മിലുള്ള ഡിഫറൻസ് 3 മില്യൺ ആണ്, അല്ലെങ്കിൽ 0.3 മില്യൺ ആണ് നമുക്ക് കിട്ടി. അത് ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിലോ ഇതിനും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഇവർ കാണിച്ചിരിക്കുന്ന വാല്യൂ എത്രയാണ്? 5 മില്യൺ ആണ്. നമ്മൾ കാണിച്ചിരിക്കുന്ന എത്രയാണ്? 8 മില്യൺ ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3 മില്യൺ ആണ്. സോ 3 മില്യൺ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ആൻസർ കിട്ടും, 0.3 പെർ ഇയർ എന്നുള്ള രീതി കിട്ടും. ഇത് നമ്മൾ ഇയർ എൻഡിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഇയർ എൻഡിൻ്റെ സമയത്ത് റിപ്പോർട്ടിംഗ് ഡേറ്റിൻ്റെ സമയത്ത് പോയിട്ട് എന്ത് ചെയ്യണം? ഒരു സെപ്പറേറ്റ് ലൈൻ ഐറ്റം ആയിട്ട് ഡിഡക്റ്റ് ചെയ്യണം. അതാണ് നിങ്ങൾ പോയിന്റ് ചെയ്യേണ്ട എക്സ്ട്രാ ആയിട്ടുള്ള കാര്യം. അത് ഡിഡക്റ്റ് ആണ് ചെയ്യുക, നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ടിട്ടാണ് എഴുതുക, മൈനസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിറ്റി പോർഷനെ കുറക്കുകയാണ് ചെയ്യുന്നത്. പ്രോഫിറ്റിനെ അല്ലെങ്കിൽ റീറ്റെയിൻ ഏർണിങ്സിനെ കുറക്കുന്ന ഒരു കാര്യമാണ് എക്സ്പെൻസ്. സോ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് മെയിൻലി ഈ വീഡിയോയിൽ പഠിക്കാനുള്ളത്. സോ നമ്മളിപ്പം പഠിച്ച ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ട്രൈ ഔട്ട് ചെയ്യാം. എല്ലാവരും ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്തിട്ട് സെൽഫായിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക, അതിനുശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ റിക്വയർമെൻറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് നോൺ കറന്റ് അസറ്റ് ദാറ്റ് വിൽ അപ്പിയർ ഓൺ ദ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ? സോ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ നോൺ കറന്റ് അസറ്റ് ആയിട്ട് ഫിഗർ എത്രയാണ് റിപ്പോർട്ടിംഗ് ഡേറ്റിൽ വരേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ എടുത്തു പറയേണ്ടത് എന്താ? കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ അവിടെ എങ്ങനെ നമ്മൾ നോൺ കറന്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാറ്? പാരന്റിന്റെ ഫിഗർ, പാരന്റിന്റെ റിപ്പോർട്ടിംഗ് ഡേറ്റിലുള്ള ഫിഗർ പ്ലസ് സബ്സിഡറിൻ്റെ റിപ്പോർട്ടിംഗ് ഡേറ്റുള്ള ഫിഗർ, ഇത് രണ്ടായിട്ട് ആഡ് ചെയ്ത ആൻസർ കിട്ടും. പക്ഷെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ആഡ് ചെയ്യണം എന്നാണ് പഠിച്ചത്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇവിടെ സ്ട്രെസ് എന്ന് പറയുന്ന പാരൻ്റ് ഉണ്ട്, അതേപോലെ ഫുൾ എന്ന് പറയുന്ന സബ്സിഡറി ഉണ്ട്. ഇവർ അക്വയർ ചെയ്ത ഡേറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിവിടെ അത്ര റെലവൻ്റ് അല്ല.
ഓക്കെ, സോ ഇത് വായിച്ച് നോക്കേണ്ട ഇവരുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് എത്രയായിരുന്നു അതൊക്കെ തന്നിട്ടുണ്ട്. വാട്ട്സ് ദ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ, അവരുടെ എഫേഴ്സ്, അതായത് റിപ്പോർട്ടിംഗ് ഡേറ്റ് നോക്കിക്കോ, റിപ്പോർട്ടിംഗ് ഡേറ്റിൽ ഇവരുടെ എഫേഴ്സും തന്നിട്ടുണ്ട്. ഫുൾ ആരായിരുന്നു? സബ്സിഡറി ആണ്. സോ ഈ സബ്സിഡറിൻ്റെ റിപ്പോർട്ടിംഗ് ഡേറ്റിലുള്ള FS അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവരുടെ അസറ്റിൻ്റെ വാല്യൂ, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ വാല്യൂ റിപ്പോർട്ടിംഗ് ഡേറ്റിൽ എത്രയാണ്? റിപ്പോർട്ടിംഗ് ഡേറ്റിൽ 1800 ആണ്, അല്ലെങ്കിൽ 1800 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കി കുറേ ഡാറ്റാസ് തന്നിട്ടുണ്ട്. അതിവിടെ ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ റെലവൻ്റ് അല്ല നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇനി ബാക്കി വായിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? സബ്സിഡറിൻ്റെ കേസ് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാരൻറ്റ് പ്ലസ് സബ്സിഡറി പ്ലസ് എന്തെങ്കിലും ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത്, മൈനസ് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത്. ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ആ വാല്യൂ കുറക്കണമല്ലോ. മൂവിങ് ഫോർവേഡ് ഞാൻ പറഞ്ഞുതരാം. ഫോർ ദ ടൈമിംഗ് ഡിപ്രീസിയേഷൻ്റെ കാര്യം നിങ്ങൾ ഇഗ്നോർ ചെയ്തോ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇട്ട് ഞങ്ങൾക്ക് ആൻസർ കിട്ടും. ഇവിടെ സബ്സിഡറിൻ്റെ കേസ് എനിക്ക് കിട്ടി. സബ്സിഡറിൻ്റെ റിപ്പോർട്ടിംഗ് ഡേറ്റുള്ള ഫിഗർ എത്രയാണ്? 1800 ആണ്. ഓക്കെ, 1800 ആണ്. ഇനി എനിക്ക് എന്താ വേണ്ടത്? പാരൻറ്റിൻ്റെ വേണം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഓൺ 1st October 2017 fair value of land included within Fulls non-current assets was 1400 അല്ലെങ്കിൽ 400,000 greater than the carrying amount. ഇതാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പോയിന്റ് തന്നെ. മനസ്സിലായി? ഇപ്പം നമ്മൾ പഠിച്ച കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അക്വയർ ചെയ്യുന്ന ദിവസത്തിൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരുടെ FS കാണിച്ചിരിക്കുന്ന വാല്യൂവിനെക്കാട്ടും $400 അല്ലെങ്കിൽ റിയൽ ടേംസ് പറയുന്നതാണെങ്കിൽ $4 lakh കൂടുതലായിരുന്നു ഇവരുടെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവർ കാണിച്ചിരിക്കുന്നത് 12 lakhsലായിരുന്നെങ്കിൽ ഒറിജിനൽ വാല്യൂ 16 lakhs ഉണ്ടായിരുന്നു. 4 lakhൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അത് ഇവർ കാണിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ കാണിക്കാത്തതിനെ നമ്മൾ എന്താ പറയുക? ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്. ഒന്നുകൂടി പറയാൻ, ഇവർ കാണിക്കാത്ത ഫിഗർ ആര് കാണിക്കണം? നമ്മൾ കൺസോൾഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയിട്ട് വേണം എഴുതാൻ. സോ ഇവിടെ ഈ ഡിഫറൻസ് എത്ര? 400ൻ്റെ ഡിഫറൻസ് നമ്മൾ വേണം ആഡ് ചെയ്യാൻ. ഓക്കെ, സോ 4 lakhന് നമ്മൾ തൗസൻഡ്സിൽ എഴുതുമ്പോൾ എന്താ 400 എന്നാണ് എഴുതുക. അതും നമുക്ക് കിട്ടി. ഫെയർ വാല്യൂ എന്ന് പറഞ്ഞിട്ട് അതും നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് പാരൻറ്റിൻ്റെ ഫിഗറും കൂടി കിട്ടിയ ആൻസർ കിട്ടും. ഓക്കെ, ഇത് ആഡ് ചെയ്തു. ഇനി പാരൻറ്റിൻ്റെ ഫിഗർ നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് സ്ട്രെസ് ഹാഡ് നോൺ കറൻറ്റ് അസറ്റ് അറ്റ് 13 September 2019. സോ ഇയർ എൻഡിൻ്റെ സമയത്ത് നമുക്ക് റിപ്പോർട്ടിംഗ് ഡേറ്റിലെ ഫിഗറാണ് കിട്ടുന്നത്. ആ ഡേറ്റിൽ സ്ട്രെസ് എന്ന് പറയുന്ന കമ്പനീൻ്റെ ക്യാരിങ് വാല്യൂ എന്താണ്? നോൺ കറൻറ്റ് അസറ്റിൻ്റെ ക്യാരിങ് വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 2.2 million. സോ നമ്മൾ തൗസൻഡ്സിൽ എഴുതുന്ന സമയത്ത് 2200 എന്ന് വേണം എഴുതാൻ. സോ 2200 പ്ലസ് 1800 പ്ലസ് 400, ഇത്രയും കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എത്ര ആൻസർ വരുന്നത്? ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എല്ലാവരും. ഇതിൻ്റെ ആൻസർ വരേണ്ടത് 4400 എന്ന് പറയുന്ന ഫിഗറാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 4400 എന്ന് പറയുന്ന ഫിഗറാണ്. സോ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. ഈ ഡാറ്റാസ് ഒന്നും ഇവിടെ റെലവൻ്റ് ഇല്ല. നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ ഒരു ഫിഗറും അതേപോലെ ഈ ഒരു ഫിഗറും, ഈ 3 ഫിഗേഴ്സിൽ നിന്ന് പിക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആൻസറിലേക്ക് കിട്ടും. ഇത് ഇവിടെ ചെയ്യാനുള്ള കാരണം എന്താ? ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഈ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആകെ നോക്കേണ്ടത് എന്താ? പാരൻറ്റിൻ്റെ ഫുള്ളായിട്ട് എടുക്കണം, സബ്സിഡറിൻ്റെ നോൺ കറൻറ്റ് അസറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പാരൻറ്റിൻ്റെ ഫുള്ളായിട്ട് എടുക്കണം, സബ്സിഡറിൻ്റെ എടുക്കണം, ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തുണ്ടെങ്കിൽ അതും ചെയ്യണം. പ്ലസ് ഇവിടെ ഒരു കാര്യം കൂടി വരണമായിരുന്നു. ഇത് FA ലെവൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത് വരാത്തത്. ഇഫ് FR സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ എന്തും കൂടി ചെയ്യണമായിരുന്നു? ഇതിൻ്റെ ഡിപ്രീസിയേഷൻ. ഈ 400 ആര് ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ടാവില്ല? സബ്സിഡറി കൊടുത്തിട്ടുണ്ടാവില്ല. കൺസോൾഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേണം കൊടുക്കാൻ. സോ ഈ 400ൻ്റെ ഡിപ്രീസിയേഷൻ കൂടി എടുത്തിട്ട് അതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണമായിരുന്നു. എന്നാലാണ് റിയൽ ആൻസർ കിട്ടുക. പക്ഷേ ഇത് FA ലെവൽ ക്വസ്റ്റൻ ആയതുകൊണ്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല. സോ ഈ വീഡിയോയിൽ നമ്മൾ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ഫുൾ ഫ്ലെജ്ഡ് ക്വസ്റ്റൻ എങ്ങനെ ചെയ്യാം. ഇതേപോലെ ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിനും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ കൺസോൾട്ടേഷനിൽ ഇനിയും പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെയാണ് പെർപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇതൊക്കെ നമുക്ക് അപ്കമിങ് വീഡിയോസിൽ പഠിക്കാം. മൂവ് ടു ദ നെക്സ്റ്റ് വീഡിയോ.